കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചിട്ട് നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചെന്നിരിക്കട്ടെ. കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറയും. നമ്മൾ ആ കേസ് അവിടെ വെച്ച് അയാളെ ശിക്ഷിക്കരുത്, തെളിവെടുക്കണം. സീറോ ഫോർമാലിറ്റി പോഡ്കാസ്റ്റ്, ഇന്ത്യസ് ഫസ്റ്റ് കോളേജ് പോഡ്കാസ്റ്റ് ഫോർ സിംപ്ലിഫൈങ് സയൻസ്. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ജസ്റ്റിസ് ബി കമാൽ പാഷ സാർ. സർ, ഒരു സീറോ ഫോർമാലിറ്റി സാറുടെ ഈ ഒരു പ്രൊഫഷനിലേക്ക് സാർ വരുന്നതിനുള്ള കാരണങ്ങൾ വെച്ച് സാർ തുടങ്ങുന്നു. എൻ്റെ ഫാദറിന് ഒരു 2 സിവിൽ കേസ് ഉണ്ടായിരുന്നു കുടുംബത്തിൽ. അപ്പോൾ ഫാദർ അതിൻ്റെ വക്കീലിനെ കാണാനായിട്ട് മാവേലിക്കര കോടതിയിലൊക്കെ സ്ഥിരമായിട്ട് പോയി അങ്ങ് വളരെ നിരാശനായിട്ടൊക്കെ വരും. കാരണം അതങ്ങ് താമസിച്ചു പോയി. കുടുംബ വസ്തുവിനെ സംബന്ധിച്ചാണ്. ഒന്നുമില്ല, മെയിൻ റോഡ് സൈഡാണ്. 12 സെൻറ്റോ 24 സെൻറ്റോ വസ്തു, അതിൻ്റെ അളവ് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പം ഫാദറിന് ഇത് വളരെ ഇഷ്ടമായിട്ട് വന്നു. അപ്പോൾ എനിക്ക് MBBSന് അഡ്മിഷൻ കിട്ടാൻ എനിക്ക് റിസർവേഷൻ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പോൾ നോക്കിയപ്പോൾ LLBക്ക് പോകണമെങ്കിൽ സാധാരണ 1 വർഷം നിൽക്കണം, എന്നാലേ LLBക്ക് വർഷം പോകാൻ പറ്റുള്ളൂ. കാരണം അതിനു മുമ്പ് അഡ്മിഷൻ ക്ലോസ് ചെയ്യാറാ പതിവ്. പക്ഷേ ആ വർഷം എന്തുകൊണ്ട് ഒരു 4, അതായത് 1976 4 ദിവസം ഈ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. ആ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് എനിക്കിത് കിട്ടിയത്. അങ്ങനെ പോയി. ആദ്യമൊക്കെ എനിക്ക് നാട്ടിൻപുറത്തുനിന്ന് പോയതല്ലേ, എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാർ എവിടെ പഠിച്ചത്? ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ് ലോ കോളേജിലാണ് ഈ അഡ്മിഷൻ കിട്ടിയത്. അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിലായിരുന്നു ഡിഗ്രി. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് അകന്ന് താമസിക്കുന്നത്. മറ്റേത് എല്ലാ ദിവസവും നടന്ന് വീട്ടിൽ പോയിട്ട് വരും. അതായത് 14 കിലോമീറ്റർ നടക്കുന്നത്, 1-2 അല്ല, നടന്ന് പഠിച്ചതാണ് ഇത്രയും വർഷങ്ങൾ. അപ്പോൾ അങ്ങനെ ആ ഗ്രഹാതുരത്വം എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമുണ്ടായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇന്നും മതിയാക്കി വരണം. ഇംഗ്ലീഷിനൊക്കെ ഹൈ മാർക്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അന്ന് അത്ര ഇതായിട്ട് നന്നായിട്ട് പറയാനറിയില്ല. കാരണം അത് അങ്ങനെ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും അല്ല പഠിച്ചത്. ഇംഗ്ലീഷിന് മാർക്കുണ്ട്, പക്ഷേ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. സംസാരിക്കാൻ അറിയില്ല. സംസാരിക്കാൻ അറിയില്ലെന്നുള്ളതല്ല, അത്രയും നമുക്ക് നല്ല ഒരു ക്ലാരിറ്റിയോടുകൂടി സ്പീഡായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാം നല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നൊക്കെ വന്ന ആളുകളൊക്കെ തമ്മിൽ സംസാരിക്കുന്ന കണ്ടപ്പോൾ ഒരുമാതിരി ഒറ്റപ്പെട്ടു പോയൊരു സ്ഥിതി ആദ്യം തോന്നി. പക്ഷേ അത് ഏതാണ്ട് അപ്പോൾ ഒരു 10-25 ദിവസം കൊണ്ട് അതങ്ങ് ഗെറ്റ് ഓവർ ചെയ്തു കേട്ടോ. പക്ഷെ അതിന് മുമ്പ് തന്നെ എനിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടി. കാരണം അതിന് ഞാൻ പോകുന്നതിന് മുമ്പ് അവരുടെ വെക്കേഷൻ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സ്കീമിൽ 2 മാസം ഈ ബാങ്കിന് വേണ്ടി ജോലി ചെയ്തു. അക്കൗണ്ട് പിടിക്കാൻ നടക്കുന്ന ചെറിയ പൈസ കിട്ടും. അങ്ങനെ അതൊക്കെ തന്ന് അങ്ങനെ ഞങ്ങളെ ഒരു 5-6 പേരെ അതിനകത്ത് നിയമിച്ചു. അവർ പോസ്റ്റ് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് അവർ ഈ ജോലി ഓഫർ ചെയ്തു ബാങ്കിലെ. അപ്പോൾ എനിക്ക് ഇതും കൊണ്ട് എൻ്റെ ഫാദർ കാണാൻ വരിക എന്നെ ഗവൺമെൻറ് ലോ കോളേജിൽ. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നോളാൻ വയ്യാതിരിക്കുകയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പം വീട്ടിലാണെങ്കിൽ ബുദ്ധിമുട്ട്. 6 പേര് ഒരുപോലെ കോളേജിൽ പഠിക്കുക. അതെ, ഫാദറിനും മദറിനും ഈ ടീച്ചേഴ്സായിട്ടുള്ള ജോലിയാണ് ഉള്ളത്. അതിനിടയിൽ ഒരാൾ ഒരു വലിയ ചിട്ടിക്ക് ജാമ്യം നിർത്തി കളിപ്പിച്ചു. ആ പൈസ അടയ്ക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ആകെ ബുദ്ധിമുട്ടായി. ആ രീതിയിൽ എന്നിട്ട് ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം പഠിപ്പിക്കാൻ ഫാദറിൻ്റെ കാശില്ല, കടം വാങ്ങിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത്, പൈസയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് ഓർഡറും കൊണ്ടാണ് എൻ്റെ ഫാദർ എന്നെ കാണാൻ കോളേജിൽ വരുന്നത്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് ഈ ജോലി കിട്ടി കേട്ടോ, പക്ഷേ ഇത് ഞാൻ നിനക്ക് തരുന്നില്ല. ആ ഓർഡർ എൻ്റെ തന്നില്ല. എന്നിട്ട് പറഞ്ഞ് അത് അങ്ങ് പോക്കറ്റ് വെച്ചിട്ട് പറഞ്ഞു, നീ ഈ ജോലിക്ക് പോകണ്ട. കാരണം നീ വല്ലവരുടെയും പൈസയുടെ കണക്കെഴുതി നിൻ്റെ നടുവ് വളഞ്ഞിരിക്കേണ്ട ഒരാളല്ല നീ എന്ന് പറഞ്ഞിട്ട് നീ ഇതിങ്ങനെ പഠിച്ചാൽ മതി, ഇതിൽ പഠിച്ച് പോക്കൂ, ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിപ്പിക്കാം. ഇത് പറയാനുള്ള മനസ്ഥിതി കാണിച്ചതാണ് എൻ്റെ ഫാദർ. അതിൽ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. പക്ഷേ ആ രീതിയിൽ തന്നെ പഠിച്ചു വന്നു. പഠിച്ച് ആ കോളേജിൽ ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടിയാണ് ഞാൻ പാസ്സായത്, LLB പാസ്സായത്. അപ്പോൾ അത് ഒരു വലിയ ഇൻസ്പിറേഷനായിരുന്നു. അത് അങ്ങനെയാണ് ഇതിലേക്ക് വരാൻ. സാർക്ക് ഈ പ്രൊഫഷനിൽ വന്നിട്ട് ഇപ്പോൾ എങ്ങനെയാണ് സാർക്ക് തോന്നുന്നത്? സാർക്ക് ഭയങ്കര ഇതിലും നല്ല, അതെ, ഞാൻ ഒരു അഡ്വക്കേറ്റിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് ഈ ജഡ്ജിയായിട്ടുള്ള പ്രൊഫഷനെ കഴിയും ഇഷ്ടം അതാണ്. കാരണം അതൊരു അന്ന് ആ ഒരു കാരണത്താൽ, കാരണം അത് ഒരു 17 വർഷം ഞാൻ വലിയ അഭിഭാഷകനായിരുന്നു. എനിക്ക് ആദ്യം കിട്ടിയ ശമ്പളം എനിക്ക് കിട്ടിയ ശമ്പളം ഈ ജില്ലാ ജഡ്ജിയായിട്ട് ഡയറക്റ്റ് സെലക്റ്റായിട്ട് പോയി
ആദ്യം കിട്ടിയ ശമ്പളം എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന ഇൻകം ടാക്സിൻ്റെ തുക വരത്തില്ലായിരുന്നു. ഞാൻ അഭിഭാഷകനായിട്ടിരിക്കുമ്പോൾ ചെക്ക് പേയ്മെൻറ്റ്സിനാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ആ പണം എനിക്കിത് കിട്ടിയിട്ടില്ല. ആദ്യം അത് വളരെ അങ്ങ് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. കാരണം വൈഫിനെ വഴക്കൊക്കെ പറയും. കാരണം വൈഫിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഇത് വന്നത്, ഞാൻ ഇതിനകത്ത് കയറിയത്. അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്നാൽ എനിക്ക് ഇഷ്ടം മാതിരി പണമുണ്ട്, ശരിക്ക് പണം കിട്ടും, അത് എണ്ണി നോക്കുക പോലും വേണ്ട, അതുപോലെ പണമുണ്ട്. അപ്പോൾ അത് കളഞ്ഞിട്ട് ഞാൻ വന്ന് ഈ ജോലി വന്ന് ചേർന്നതിന് എനിക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ശമ്പളത്തിൻ്റെ ഇനി വിഷമിക്കണം നമുക്ക്, കാരണം ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എന്താ എൻ്റെ ആ സ്വഭാവം അനുസരിച്ച് ഇത് 3 ദിവസം കൊണ്ട് ഈ ശമ്പളം തീർന്നുപോയി. ലൈഫ് സ്റ്റൈൽ മാറിപ്പോയി സാർ. അതെ, കാരണം ഇത് ആരുടെയിൽ നിന്നും നമുക്ക് കടം വാങ്ങാൻ പറ്റത്തില്ല, ജില്ലാഡ്ജിയാണ്, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇരുന്നപ്പോൾ വൈഫ് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്കിത് കളഞ്ഞിട്ട് പോകണം എന്നുള്ളതായി. അപ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ കളഞ്ഞിട്ട് പോയി കളയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്തായാലും ഒരു കാര്യം, അത് വേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം ശമ്പളത്തിൻ്റെ എന്ന് പറഞ്ഞു. പിന്നെ അന്ന് മുതൽ ഈ കിട്ടുന്ന ശമ്പളം എത്ര രൂപയാണെന്ന് പോലും ഞാൻ നോക്കാറില്ല. ഈ പാക്കറ്റ് കൊണ്ടുവന്ന് വൈഫിൻ്റെ കൊടുക്കും, അതാണ് പതിവ്. അല്ലെങ്കിൽ കൊടുക്കേണ്ട, പെട്ടിയിൽ നിന്ന് എടുത്തോളും. അത് വെച്ച് മാനേജ് ചെയ്യാൻ പഠിപ്പിച്ചത് എൻ്റെ വൈഫാണ്. ഇപ്പോഴും എനിക്കറിയാം. ഇപ്പോൾ എൻ്റെ പോക്കറ്റിൽ പൈസ ഇരിപ്പുണ്ട്, എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡു നോട്ട് നോ, എനിക്കറിയത്തില്ല. കാരണം എനിക്ക് ആവശ്യത്തിന് പണം വേണമെന്നുള്ളതല്ലാതെ അത് എത്ര ഉണ്ടെന്നുള്ളതോ ഒന്നും ഞാൻ ഒരിക്കലും നോക്കാറില്ല. പിന്നെ എനിക്കിത് പറ്റിയത് പിന്നൊരു കാര്യം, നമുക്കൊരു യഥാർത്ഥത്തിൽ ഒരു സെക്ലൂഡഡ് ലൈഫാണ് ഒരു ജഡ്ജിയുടെ. അതാവുമ്പോൾ ഒരിക്കലും എനിക്ക് പിന്നെ ഒരു വെളിയിൽ പോയി ഒരു കാര്യത്തിന് പോവുക, അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോവുക, അല്ലെങ്കിൽ ഒരു കടയിൽ പോയി സാധനം വാങ്ങി, ഇതൊന്നും പറ്റത്തില്ല, ഞാൻ പോകത്തില്ല. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കിത് മതിയായി. പിന്നിത് കുറേ കഴിഞ്ഞപ്പോൾ ഞാനിതങ്ങ് ആസ്വദിക്കാൻ തുടങ്ങി. അന്ന് മുതൽ എനിക്കത് പിന്നങ്ങ് വളരെ ഇഷ്ടമായി. അങ്ങനെയാണ് വന്നത്. ഇങ്ങനെ ആവും. കാരണം നമ്മൾ എത്ര വിഷമമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ ഗെറ്റ് ഓവർ ചെയ്ത് നമുക്ക് മുമ്പോട്ട് നമ്മളങ്ങ് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നതാണ്, അത് നടക്കും. പിന്നെ ആ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വേണം. കാരണം ഞാനിപ്പോൾ ഈ ജോലി ഒരു ഏറ്റവും കുറച്ച് കാഷ്വൽ ലീവ് എടുത്തേക്കുന്നത് ഞാനായിരിക്കും. കാരണം ഒരു വർഷം ഏതാണ്ട് 15 or 20 കാഷ്വൽ ലീവ് ഉണ്ട് ഒരു വർഷം. അതെടുത്ത് ഒരു കല്യാണത്തിന് വിളിച്ചാൽ ഞാൻ പോവുകയില്ല വർക്കിംഗ് ഡേയിൽ, ഐ വോണ്ട് ഗോ. അങ്ങനെ ഒരുപാട് ബന്ധുക്കൾ വിരോധമായി. കാരണം ഇത് നഷ്ടപ്പെടും, ഇതെല്ലാം നഷ്ടപ്പെടും അവരെയൊക്കെ നമുക്ക്. കാരണം ഇത് എവരുടെ ഒന്നും കാര്യത്തിന് നമുക്ക് പോകാൻ പറ്റത്തില്ല. പ്രൈവറ്റ് ഫംഗ്ഷൻസിനൊന്നും ഞാൻ നത്തിങ് ഒന്നുമില്ല. കല്യാണത്തിന് പോകാം, അതിനൊരു കുഴപ്പമില്ല. അത് ആവശ്യമില്ലാത്തതിന് പോകാൻ പാടില്ല. നമ്മുടെ ബന്ധുക്കളുടെ കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വിളിച്ചാൽ നമുക്ക് പോകാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അത് ഈ അവധി ദിവസം, അതായത് വർക്കിംഗ് ഡേയിൽ അവധി എടുത്തുകൊണ്ട് വിവാഹത്തിന് പോകുന്ന പരിപാടി എനിക്കില്ല. മരണത്തിന് മാത്രം 1 or 2 തവണ അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷം ഞാൻ 2 or 3 കാഷ്വൽ ലീവാണ് ഈ അവസാന വർഷം വരെ എടുത്തേക്കുന്നത്. അവസാന വർഷം പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ആ മുഴുവൻ അവധി എടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ ജോലി ചെയ്ത് എനിക്ക് പിന്നെ ഞാൻ ആ രീതിയിൽ ഇങ്ങനെ ജോലി ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം ജോലി ചെയ്യാനും പറ്റിയത്. സാറ് ഈ ഒരു നമ്മൾ എന്താ പറയുക, എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, വേറൊന്നുമില്ല. നമ്മളിപ്പോൾ സാറിപ്പം തെളിവുകളുടെ സാഹചര്യത്തിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. സാർക്ക് ഏതെങ്കിലും ചില കേസുകളിൽ നമ്മളിപ്പം ശരിക്കും നമുക്ക് ലോജിക്കലി അത് തെറ്റായിരുന്നു, അല്ലെങ്കിൽ പക്ഷെ നമുക്ക് സാഹചര്യങ്ങളിലെ തെളിവുകൾ അനുസരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നാൽ അത് ശരിക്കും അയാൾ നിരപരാധിയായിരുന്നു, അങ്ങനത്തെ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ സാർക്കുണ്ടായിരുന്നു? നിരപരാധിയായിരുന്നു എന്ന് തോന്നിയിട്ടില്ല. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാളെ ഒരിക്കലും ഒരു ജീവപര്യന്തം തടവിന് ശിക്ഷിക്കാൻ പറ്റിയ ഒരു കേസല്ല. ഒരു 302 പർവ്യൂവിൽ വരത്തില്ല. അത് 304 പോവുള്ളൂ. കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആയിട്ടേ പോവുള്ളൂ എന്നുള്ളത് ഞാൻ അയാളെ കേൾക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാളെ കേൾക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം അയാളെ കുറ്റക്കാരനാണെന്ന് കാണണം. പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് മുമ്പോട്ടേ പോകാൻ പറ്റൂ, പുറകോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു ക്രിമിനൽ കോർട്ടിന് 302 വകുപ്പ് അനുസരിച്ച് നിങ്ങൾ കുറ്റക്കാരനാണെന്ന് കണ്ടിരിക്കുന്നു, ആൻഡ് യു ആർ ഫൗണ്ട് ഗിൽറ്റി ആൻഡ് യു ആർ കൺവിക്റ്റഡ് ഹിയർ അണ്ടർ, തീർന്നു അവിടെ. അതിന് ശിക്ഷിച്ചു. ഇനി ശിക്ഷയെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഇയാൾ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും, ഇയാൾ ഈ പറഞ്ഞ കാര്യം അയാളുടെ അഭിഭാഷകൻ എൻ്റെ മുമ്പിൽ അതേപോലെ ആവർത്തിച്ചിരുന്നെങ്കിൽ, അത് തെളിവിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതൊരിക്കലും 302 ആവത്തില്ല, 304 പോയേനെ. ഇയാളെ ഒരിക്കലും ജീവപര്യന്തം ശിക്ഷിക്കാൻ പറ്റിയ ഒരു കേസല്ല എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതെൻ്റെ കുഴപ്പമല്ല.
അയാൾ നിരപരാധിയല്ല അല്ല ഒരിക്കലും അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറ്റം ചെയ്തേക്കുന്നത് ഒരിക്കലും അയാൾ വിചാരിക്കും കൊലക്കേസാണ്, അത് കൊലപാതകമാണെന്ന്. കൊലപാതകമല്ല, അത് വെറും അതായത് ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു വധം മാത്രമാണ്, അത് കൊലപാതകമാവത്തില്ല. കൾപ്പബിൾ ഹോമിസൈഡ് മാത്രമേ ആവുള്ളൂ, അല്ലാതെ നരഹത്യ മാത്രമാവും. കൊലപാതകമാകുന്ന നരഹത്യ ആവത്തില്ല അത്. പക്ഷെ അത് അയാൾക്ക് അറിയത്തില്ല. ഇപ്പം നമുക്കതിന് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പം നമുക്കിപ്പോൾ ഒരു കൊലക്കേസിലെ പ്രതി, ഒരു കൊലക്കേസ് 302 ചാർജ് ചെയ്യിക്കുന്ന ഒരു കേസിലെ പ്രതി, നിങ്ങൾ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചിട്ട് നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചെന്നിരിക്കട്ടെ. അയാൾ പറയും, ചിലപ്പോൾ പറഞ്ഞേക്കാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ചിലപ്പോൾ പറഞ്ഞേക്കാം. പറഞ്ഞാലും നമ്മൾ ആ കേസ് അവിടെ വെച്ച് അയാളെ ശിക്ഷിക്കരുത്, തെളിവെടുക്കണം. അതിൻ്റെ കാരണം എന്താണെന്നറിയാം, അയാൾ മൂലം ഒരാൾ മരിച്ചു, അത്രേ ഉള്ളൂ. അത് കൊലപാതകമാകണമെന്നില്ല, ചിലപ്പോൾ നരഹത്യയായിരിക്കും. ഇത് നരഹത്യയാണോ, അത് കുറ്റകരമായ നരഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന് തീരുമാനിക്കേണ്ടത് പിന്നെ ജുഡീഷ്യൽ കോൺഷ്യൻസിൽ പിന്നെ ജഡ്ജ് ചെയ്യേണ്ട ജോലിയാണ്. അതിന് തെളിവ് വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ അവസ്ഥയിൽ ഒരുപാട് പ്രാവശ്യം എനിക്ക് ഇതേപോലെ ഈ ശിക്ഷയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. ചിലർ പ്രൈവറ്റ് ഡിഫൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളെ ഒരാൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ, കൊല്ലാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അയാളെ കൊല്ലാൻ വരെയുള്ള അവകാശമുണ്ട്. നമ്മുടെ ലൈഫ് പ്രിസർവ് ചെയ്യാനോ നമ്മുടെ പ്രോപ്പർട്ടി പ്രിസർവ് ചെയ്യാനോ നമുക്ക് മറ്റാളുകളുടെ മരണം ഒഴിവാക്കാൻ വേണ്ടിയോ നമുക്ക് ഇയാൾക്ക് ഡിഫെൻഡ് ചെയ്യാം, ഇയാളെ വേണമെങ്കിൽ കൊലപ്പെടുത്താം. അത് പ്രൈവറ്റ് ഡിഫൻസാണ്, വലിയ വാലിഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസാണ്. അത് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിൽ വരുന്നു. ഇത് പലപ്പോഴും വരും. പക്ഷേ ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്നറിയോ, ഇത് പറയുമ്പോൾ എന്താ, ഇയാൾ ഈ കൃത്യം ചെയ്തു എന്നങ്ങ് സമ്മതിക്കണം. അത് പല അഭിഭാഷകരും തയ്യാറാവത്തില്ല. കാരണം ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം ഈ ആക്ട് കമ്മിറ്റ് ചെയ്തു എന്ന് തെളിയിക്കണമല്ലോ. പിന്നെ ആക്ട് കമ്മിറ്റ് ചെയ്തതിൻ്റെ കാരണം ഇന്നതാണ് എന്ന് പറഞ്ഞ് അത് എസ്റ്റാബ്ലിഷ്മെൻ്റായിട്ട് വരും. അങ്ങനെ ചെയ്താൽ യഥാർത്ഥത്തിൽ വളരെ എളുപ്പമാണ് ആ പ്രൈവറ്റ് ഡിഫൻസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ. പക്ഷെ അത് അവർ തയ്യാറാവത്തില്ല. അവർ പറയുന്നത് കേൾക്കുമ്പോൾ പറയും, ഇത് സാറേ, ഇത് ഞാൻ കൊണ്ടുവന്ന പിച്ചാത്തിയല്ല, ഈ കത്തി എൻ്റെതല്ല, അവൻ എന്നെ കുത്താനെടുത്ത കത്തിയാണ്, ഞാൻ പിടിവലി കൂടി ഞങ്ങൾ കിടന്ന് ഉണ്ട് യഥാർത്ഥത്തിൽ പിന്നെ ആ കത്തി എൻ്റെ കയ്യിലായി. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും, ഞാൻ അവനെ കുത്തി. ഇത് തന്നെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് പ്രൈവറ്റ് ഡിഫൻസാണ്. ഇതാ കാര്യം. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. പിന്നെ അങ്ങനെ ഇങ്ങനെ വരാവുന്ന കാര്യങ്ങൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അഭിഭാഷകന്മാരുടെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. അവരുടെ കുഴപ്പമല്ല, അത് കുറ്റമായിട്ട് പറയാൻ ഒക്കത്തില്ല. അവർ ഈ റിസ്ക് എടുക്കാൻ തയ്യാറല്ല പലരും. അവരാലോചിക്കുന്ന ഇതാണ്, ഞാനിത് ഈ പ്രൈവറ്റ് ഡിഫൻസ് എടുക്കണമെങ്കിൽ ഞാനിത് സമ്മതിക്കണം, ഇയാൾ കുത്തിയതാണെന്ന് ഇയാൾ സമ്മതിക്കണം. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ബാക്കി പിന്നെ പ്രൈവറ്റ് ഡിഫൻസ് കണ്ടില്ലെങ്കിലോ പ്രശ്നമാവും. അപ്പോൾ എന്നുള്ള ഒരു ധാരണ കൊണ്ട് അവർ നല്ല കാര്യമായിട്ട് അവർക്ക് അവരുടെ ബുദ്ധിയിൽ നിന്ന് തോന്നുന്നതാണ്, അവരുടെ കോൺഷ്യൻസിൽ നിന്ന് അവർക്ക് തോന്നുന്നത് ഇങ്ങനെ മതി എന്ന് പറയും. പക്ഷേ ഇയാളെ ഇന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അവസാനം സംഭവിക്കുന്ന എന്നതാണ്. ഇതാണ് കാര്യം. അങ്ങനെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു 10-20 കേസിലെങ്കിലും, ഏതാണ്ട് 500ഓളം കൊലക്കേസ് എൻ്റെ മുമ്പിൽ നടത്തുന്നുണ്ട്. അതിലൊരു 10-20 കേസിലെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ട്.